നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നമ്മുടെ ഈ രാജ്യത്ത് ആളുകൾ ആഗ്രഹിക്കുന്നത് മറ്റൊരാൾ നന്നാവാതിരിക്കാനാണ്. ആരെങ്കിലും മുന്നോട്ട് പോവുകയാണെങ്കിൽ അവനെ പിടിച്ച് താഴെ ഇടാൻ വേണ്ടി പരിശ്രമിക്കുന്നു. പറയുന്നത് നെയ്മർ ജൂനിയറുടെ പിതാവ് നെയ്മർ സീനിയറാണ്. ബ്രസീലിലെ കാര്യമാണ് അദ്ദേഹം പറയുന്നത്, ഇവിടുത്തെ കാര്യമല്ല, ബ്രസീലിലെ കാര്യമാണ്. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ പോലെയുള്ള രാജ്യത്ത്, നമ്മുടെ രാജ്യത്ത് എസ്പെഷ്യലി ഇൻ അവർ കൺട്രി, ഇവിടുത്തെ ആളുകളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ പിടിച്ച് താഴെ ഇടണം. എല്ലാവരും താഴെ നിൽക്കുന്നത് കാണാനാണ് താല്പര്യം, ആരും രക്ഷപ്പെടരുത്. നമ്മുടെ രാജ്യത്ത് ഒരാൾ വിജയിച്ചാൽ, സക്സസ്ഫുള്ളായിട്ട് അയാൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപ്പം തുടങ്ങും വലിയ രൂപത്തിൽ വിമർശനം. എന്തിനെക്കുറിച്ചും എല്ലാ വിഷയങ്ങളെക്കുറിച്ചും വിമർശനങ്ങൾ അങ്ങ് അഴിച്ചുവിടലായി. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? അൺഫോർച്ചുനേറ്റ്ലി മറ്റൊരാളുടെ ഡൗൺഫോൾ നമ്മൾ ആഘോഷിക്കുന്നു, നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം, ക്രിറ്റിസിസങ്ങൾ ഒരു തിരമാല പോലെ വന്നുകൊണ്ടിരുന്നാൽ, അത് എല്ലായിടത്തു നിന്നും നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയാൽ, നിങ്ങളിപ്പോൾ ഓരോ ക്രിറ്റിസിസങ്ങളോടും ഇൻഡിവിജ്വലി റെസ്പോണ്ട് ചെയ്യാൻ പോയാൽ അതൊരു മെക്സിക്കൻ സോപ്പ് ഒപ്പേറ പോലെ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയുള്ളൂ. പ്രോബ്ലം ഒരിക്കലും സോൾവ് ആവില്ല. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, ചിലപ്പോൾ നമ്മൾ സൈലൻ്റ് ആയിരിക്കുക, എന്നിട്ട് കേൾക്കുക. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് അങ്ങനെയാണ്, മറ്റുള്ളവരെ തളർത്താനാണ് ശ്രമിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക, അതനുസരിച്ച് നമ്മൾ പെരുമാറുക. ഇതേ ഇവിടെ നിവൃത്തിയുള്ളൂ എന്നാണ് ഇപ്പോൾ നെയ്മറുടെ പിതാവ് പറയുന്നത്. നെയ്മർക്കെതിരെയുള്ള പല വിമർശനങ്ങൾ വന്ന ഘട്ടത്തിൽ അതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണമാണ്. ഏതായാലും ഇത് ഇവിടുത്തെ കാര്യമല്ല, ഇവിടുത്തെ ആൾക്കാരൊന്നും ഇങ്ങനെയല്ല, ഇത് ബ്രസീലിലെ ആൾക്കാരെ പറ്റിയാണ് പറയുന്നത്. അതായത് ആരെങ്കിലും വിജയിച്ചാൽ അവനെ പിടിച്ച് താഴെ ഇടുക എന്നുള്ളതാണ്. ഏതായാലും ഇവിടെ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു റീല് കണ്ടത് ഓർമ്മ വരികയാണ്. ഒരു സുഹൃത്തിന് മറ്റൊരു സുഹൃത്ത് വിളിക്കുന്നതായിട്ടാണ് ആ റീല് ചിത്രീകരിക്കുന്നത്. ഹലോടാ, നീ കാർ എടുത്തല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മറുഭാഗത്തു നിന്ന് അയാൾ മറുപടി വരികയാണ്, എടാ നീ ബേജാറാവേണ്ട കാര്യമില്ല, ഞാൻ രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല, അത് അളിയൻ വന്നപ്പോൾ അളിയൻ്റെ കാർ എടുത്ത് ഞാനൊന്ന് പുറത്തു പോയതാണെന്ന്. അപ്പോൾ അതാണ് കാര്യം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.